ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാരി സീരിയലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അനാമിക അങ്ങനെയാണെങ്കിൽ നീ ആവിയായി പോവും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ നന്ദുവിനെ ഒന്ന് പൊടിയാക്കണം, അത്രമാത്രമാണ് അനാമികയുടെ ചിന്ത. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ അനിയെ നോക്കുന്നുണ്ട്. അപ്പോൾ അനി ഇങ്ങനെ നന്ദുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഈ നോട്ടം നമ്മളുടെ ദേവയാനി ഇങ്ങനെ ഭക്ഷണം വായി വെക്കുമ്പോഴത്തേക്കിനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. അതിനുശേഷം നമ്മുടെ നയന ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനിയാണല്ലോ ഇരിക്കുന്നത്. അനിയെ നോക്കുമ്പോഴത്തേക്കിനും അനി നന്ദുവിനെ നോക്കുവാണേ. നന്ദുവിനെ നോക്കുമ്പോഴത്തേക്കിനും നന്ദു അനിയനെ നോക്കുന്നു കേട്ടോ. പരസ്പരം എന്തോ ഒരു ഇതുപോലെ ആയി നയനയങ്ങ്. അന്നേരേക്ക് നമ്മുടെ അനാമിക പെട്ടെന്ന് ചോദിക്കും, നന്ദുവിന് ഇനി എന്തെങ്കിലും വേണം ചോദിക്കും കേട്ടോ. വേണ്ട വേണ്ട എന്ന് പറയുവേ. അതിന് ശേഷമാണ് നമ്മുടെ നയനയ്ക്ക് കോള് വരുന്നത്. ഫോണൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചേച്ചിയാണല്ലോ എന്നിങ്ങനെ പറയുവേ നമ്മുടെ നയന. അപ്പോൾ നവ്യ ഇങ്ങനെ ഫോൺ വിളിക്കും കേട്ടോ. ഫോൺ വിളിച്ച് ചോദിക്കും, ഭക്ഷണമൊക്കെ കഴിച്ചോ, എന്നെ എടുക്കുവാന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും ഭക്ഷണമൊക്കെ കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ടേ. അതിനുശേഷം നമ്മുടെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവളാണോ വിളിച്ചതെന്നൊക്കെ ചോദിക്കുക. അവളാ ചേച്ചിയാണോ വിളിച്ചതെന്ന് പറയുവേ. അവളെന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത്? ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാതിരിക്കുമോ? അവൾ പറഞ്ഞിട്ട് വേണം അവിടെ ഭക്ഷണം കൊടുക്കാൻ എന്നിങ്ങനെയൊക്കെ ദേവയാനിയും ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ അഭിയാണ് കാണിക്കുന്നത് കേട്ടോ. അഭി ഇങ്ങനെ അനാമികയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ ഒരു മറുപടിയും തരുന്നില്ല. കൊച്ചാണെങ്കിൽ അച്ഛനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര ദിവസം കൊണ്ടെന്ന് വെച്ചിട്ടാണ് മറച്ച് വെക്കുന്നത്. ഇനി നീ അങ്ങനെ ലേറ്റ് ആകുകയാണെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് കൊച്ചിനെ കൊണ്ട് അനന്തപുരി തറവാടിലേക്ക് കയറി വരും. അല്ലാതെ വേറെ എനിക്കൊന്നും ചെയ്യാനില്ല എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ അഭി പറയുന്നുണ്ട്, നീ കുറച്ചുകൂടി എനിക്കൊന്ന് സമയം താ എന്നിങ്ങനെ പറയുക. ഇല്ല, ഒട്ടും സമയം തരാനായിട്ട് എൻ്റെ കയ്യിലില്ല. ഇനി എനിക്ക് നീ പറയുന്നത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണ് നീ. അത് പറയുന്നത് കേട്ട് ഞാൻ മുന്നോട്ട് പോയെന്നാലേ എൻ്റെ ജീവിതം നഷ്ടപ്പെടാൻ പോകുന്നത്. എൻ്റെ അനഘ, നീ വീട്ടിലോട്ട് കയറി വന്നുള്ള അവസ്ഥയെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഞാൻ ചതിക്കുമെന്നുള്ള കാര്യത്തിൽ നീ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കല്ലേ. അതുപോലെ തന്നെ നിൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കാതിരിക്കത്തില്ല. അതെൻ്റെ കുഞ്ഞും കൂടിയാണെന്നുള്ള ബോധം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ അഭി പറയേ. എന്നാൽ നമ്മുടെ അനഘ ചോദിക്കുന്നുണ്ട്, എന്ന് തൊട്ടാണ് നിനക്ക് ആ ബോധമൊക്കെ തോന്നി തുടങ്ങിയത്? അല്ലെങ്കിൽ നിനക്ക് ഒരു ചൂടും ഇല്ല. എടാ, എൻ്റെ കാര്യം നിനക്കറിയാൻ വയ്യാത്തതുകൊണ്ടാ. മരിക്കാൻ പോകുന്ന ആൾക്ക് മുന്നും പിന്നും ഇല്ല. അതൊക്കെ കൂടെ നീ ഒന്ന് ഓർക്കണം. എനിക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. അതുകൊണ്ട് എന്നെ വെറുതെ ചൊടിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കൽ നീ എൻ്റെ ജീവൻ നശിപ്പിച്ചതാ, ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ജീവനും കൂടി നശിപ്പിക്കാൻ ഞാൻ റെഡിയല്ല. വ്യക്തമായ തീരുമാനം എടുത്തിട്ട് നീ ഉടനെ തന്നെ എന്നെ വിളിക്കണം. ഞാൻ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് വേണം എനിക്ക് സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കാൻ. ഇനി വിളിച്ചില്ലെങ്കിൽ വിളിയും പറച്ചിലൊന്നും ഇല്ല. നേരെ അങ്ങോട്ട് കൊച്ചിനെ കൊണ്ട് വരും, അത്രേ ഉള്ളൂ. മൂർത്തി മുത്തച്ഛൻ്റെ അടുക്കലേക്കായിരിക്കും ഞാൻ ആദ്യം വരിക. പിന്നെ കുട്ടി എൻ്റേതാണോ നിൻ്റേതാണോ എന്നുള്ളതൊക്കെ അവർ തെളിയിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ അനാമിക അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ അഭി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അനക്കെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. പിന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അനിയും ആദർശും അജയനും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ അനിയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുന്നതിനിടയ്ക്ക് നമ്മുടെ അജയൻ പറയുകയാണേ, ഇന്നെന്താണേലും അനാമിക മോൾക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. നന്ദു വന്നപ്പോൾ നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തല്ലോ എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും നമ്മുടെ ആദർശം പറയുന്നുണ്ട്, ശരിയാണ്, അവൾ ഒത്തിരി മാറി തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് നീയും മാറി തുടങ്ങണം അനി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനി ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ വായി തന്നെ ചോദിക്കുന്നുണ്ട്, ഇളയച്ച എന്താ ഇവനെ ഒന്നും ഉപദേശിക്കാത്തതെന്നൊക്കെ ചോദിക്കുവേ. അന്നേരം ഇളയച്ചൻ പറയുന്നുണ്ട്, എടാ കുഞ്ഞുനാൾ തൊട്ട് നിൻ്റെ ഒപ്പമല്ലേ അവൻ വളർന്നത്, അപ്പം നിന്നെ കണ്ടില്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞ അവൻ കേട്ടോളും. ഇനിയും ഇത്രയും നാളും ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ല, തമാശയിലൂടെ മാത്രമല്ലേ എടുക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ അനി എണീച്ചിട്ട് ഇങ്ങനെ പറയുവേ. അപ്പോൾ അനാമിക ഭക്ഷണം വിളമ്പി കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ഭക്ഷണം വിളമ്പി കൊടുത്തു, ശരിയാണ്. പക്ഷെ അതിന് മുന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും, ഇല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അജയൻ പറയുന്നുണ്ട്, എടാ മോനെ, നീ നന്ദുവിനെ പറ്റിയിട്ട് പറയുന്നത് കല്യാണത്തിന് തലേദിവസമാണ്. ഇനി നിങ്ങളുടെ കാര്യമൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നിൻ്റെ അമ്മയൊന്നും അതിനെപ്പറ്റി സമ്മതിക്കത്തില്ല. അത് തന്നെയല്ല, നവ്യയ്ക്കും നയനയ്ക്കും പിന്നാലെ നന്ദും കൂടെ ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് അവരുടെ വീട്ടിലും യോജിപ്പൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് അനാമികേനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഒരു വഴക്ക് ഒഴിവായി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ എന്നിങ്ങനെയൊക്കെ അജയൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയനയും നന്ദും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പം ചോദിക്കും, പോകാനായോ എന്നിങ്ങനെ ആദർശി ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
വീണ്ടും നമ്മുടെ അനിയും നന്ദും കൊണ്ട് മുഖത്തോട്ട് മുഖം നോക്കുന്നത് ഇങ്ങനെ ദേവയാനി കാണുവാണ്. അപ്പോൾ നമ്മുടെ നയനയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇനിയിപ്പം അനാമിക മോള് നല്ല രീതിയിലാണ് ഇവളെ ട്രീറ്റ് ചെയ്തത്. എന്താണെങ്കിലും നല്ല കാര്യമായി. അതുകൊണ്ട് ഇനിയിപ്പം പോകാൻ ഇറങ്ങുമല്ലേ എന്നൊക്കെ ചോദിക്കുവേ. അപ്പോൾ അന്നേരം നമ്മുടെ നയന പറയും ഇറങ്ങുവാണമ്മേ എന്നിങ്ങനെ പറയുവേ. പിന്നെ അതിന് ശേഷം പറയുന്നുണ്ട് ഏതൊക്കെയാലും ജോലിക്കൊക്കെ കയറുമല്ലേ, ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഗുണ്ടകളൊക്കെ കാണും. അതുകൊണ്ട് കണ്ണി കാണുന്ന ഗുണ്ടകളെ എല്ലാം കൂടെ തല്ലി ഒതുക്കിയിട്ട് പ്രശ്നങ്ങളുമായിട്ട് നിൽക്കല്ലേ, വീട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കരുത് എന്നാ പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ഈ കണ്ടതിൻ്റെ എല്ലാം കൂടെ ദേഷ്യമാണ് തീർക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നിൻ്റെ 2 ചേച്ചിമാരെ ഈ വീട്ടിലെ മരുമക്കളാണ്, ചിലപ്പോൾ ഗുണ്ടകൾ ഈ വീട്ടിലോട്ടും കയറി വരും, അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേവയാനി വഴക്ക് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയേ നന്ദുന് എന്താണോ കറക്റ്റായിട്ട് തോന്നുന്നത് അത് ചെയ്യാൻ പറയേ. നമ്മുടെ ദേവയാനി പറയും നല്ല ഉപദേശം, ആണുങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്നവളുടെ അടുത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ നന്ദു പറയേ ഇല്ല, ഞാനങ്ങനെ അനാവശ്യമായിട്ടൊന്നും തല്ലാറില്ല, ആവശ്യത്തിനായാണെങ്കിലും അനാവശ്യത്തിനാണെങ്കിലും നോക്കിയും കണ്ടുമൊക്കെ പോയാൽ നിനക്ക് കൊള്ളാം എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അനി ചാടി കയറി പറയുന്നുണ്ട് കേട്ടോ, നന്ദുവായിട്ട് ഇടയുന്നവന്മാരുടെയൊക്കെ കാര്യം പോക്കാന്നിങ്ങനെ പറയുക. അന്നേരം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് നിൻ്റെ ഒരു പുകഴ്ത്തലിനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കുറവ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അനാമിക അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, നീ അവളുടെ അടുത്തോട്ട് പോയിരുന്നേ, എണീച്ച് പോ അനി എന്നും പറഞ്ഞുകൊണ്ട് അനീനെ അവിടെ നിന്ന് എണീപ്പിച്ച് വിടുവേ. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം ആദർശമായിട്ടാ എന്നൊക്കെ പറഞ്ഞ് നയനയുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഞാൻ പോയിട്ട് വരാം ഇളയച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് നന്ദു. ഏട്ടത്തി അവൾ ഏതൊക്കെയാലും ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ, ഇത്രയും മാന്യതയോടുകൂടി സംസാരിച്ച് കൂടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക. ഇത്രയൊക്കെ മാന്യത മതി, അവൾ വന്നതുകൊണ്ട് അനാമിക മോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്നിട്ട് ഇങ്ങനെ നയനയും നന്ദുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഇറങ്ങി ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുക മോള് പോവല്ലേ, അതൊക്കെ നീ പോകുന്നതിന് മുന്നേ വിഷുവിന് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷുവിന് വരണമെന്നുണ്ട്, മോള് പോകുന്നതിന് മുന്നേ 2 ദിവസം വന്ന് നിൽക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നയനയൊക്കെ പറയുവേ. എന്നിട്ട് ഇങ്ങനെ നന്ദു അപ്പോഴത്തേക്കിനും ഇങ്ങനെ നോക്കുക കേട്ടോ, താഴെയൊന്നും കണ്ടില്ല, പിന്നെ മേലെയും കണ്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോഴത്തേക്കിനും അവിടെ നമ്മുടെ അനാമിക വന്ന് നിൽക്കുകയാണേ. എന്നിട്ട് അനാമിക ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അനാമിക അത് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുവാണ് എന്തേ മേലെ നിന്ന് നോക്കുന്നുണ്ട്, നോക്കി വെച്ചെന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന മേലോട്ട് നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അനാമിക അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് പിന്നെ നന്ദു പറയുവേ എത്ര നല്ല രീതിയിൽ അമ്മായിയമ്മ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുവേ. എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് പറയുന്നുണ്ട് അനാമിക ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോഴത്തേക്കിനും എല്ലാവരുടെയും വിചാരം അവൾ മാറിയെന്നാ, നമുക്കല്ലേ അറിയത്തുള്ളൂ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എന്നിങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അനാമിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് റൂമിൻ്റെ അകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരുവാണ്. മോൾക്ക് ഇതെന്താ പറ്റിയത്, മോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അവൾ വരുമ്പോഴത്തേക്കിനും ദേഷ്യം പെട്ട് മോളുടെ വീട്ടിലോട്ടല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, പിന്നെ എന്തിനാ അവൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ അനാമിക പറയുകയാണ് വീടിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അവൾമാർ മനഃപൂർവ്വം പ്രശ്നമായിട്ട് വരുമല്ലേ. ട്രെയിനിങ് ക്യാമ്പിൽ പോകുന്നതിന് മുന്നേ അനിയും അവളും തമ്മിൽ കാണുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറം വിളിച്ചു വരുത്തിയതാണ് എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും പറയും മോൾ അതിനെ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏത് സമയത്താണ് ഞാൻ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. അപ്പം നമ്മുടെ ജാനകി പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ അമ്മ പറയുന്ന പോലൊന്നും അല്ല കാര്യം, വലിയമ്മയ്ക്കും അവളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. അത് തന്നെയല്ല അഭിയേട്ടനാണെങ്കിലും ഇപ്പോൾ നവ്യനെ കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നടക്കുന്നത്. മോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയുവേ. അന്നേരം നമ്മുടെ അനാമിക പറയുവാണ് അമ്മയുടെ മോൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും പറയത്തില്ലായിരുന്നു. അത് തന്നെയല്ല അമ്മ ഉൾപ്പെടെ ആരും അനിയൻ പറഞ്ഞ് തിരുത്തൊന്നുമില്ല, അതിനെനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക സങ്കടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ അമ്മ നോക്കിയിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ദേവയാനിയും അതുപോലെ തന്നെ നയനയും കൂടെ അടുക്കളയിൽ നിന്നിട്ട് ചായയൊക്കെ എടുക്കുവാണേ. മോളെ മറ്റന്നാൾ നന്ദു പോവല്ലേ, അപ്പോഴത്തേക്കും നമുക്ക് നാളെ മോളുടെ വീട് വരെ ഒന്ന് പോകണം, എന്നിട്ട് വിഷുവാണ് വരുന്നത്, അതുകൊണ്ട് നന്ദുവിന് നല്ലൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണം. മോള് പിന്നെ ശ്രദ്ധിച്ചായിരുന്നോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തൊക്കെ 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു, മോളത് ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കാം. ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ പിന്നെ അനാമിക മോൾക്ക് അത് സഹിക്കാൻ പറ്റുമോ, കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ഏതൊരു വ്യക്തിക്കാണെങ്കിലും അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അതൊന്നും വിചാരിക്കാതെയാണ് നമ്മുടെ അനാമിക മോള് നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് എന്നിങ്ങനെ പറയും. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്തതിൻ്റെ കാര്യങ്ങളൊന്നും അമ്മ പറയണ്ട, അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കൂടെ ഉണ്ടാവും എന്നിങ്ങനെ പറയും. അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് മോളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, എന്ത് കാരണമാണെങ്കിലും അവളും അതുപോലെ തന്നെ നന്ദുവും ഒന്നിക്കാൻ പാടില്ല, അത് എന്താണെങ്കിലും മോള് നോക്കിയിട്ട് അവരെ ഉപദേശിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ ദേവയാനി തറപ്പിച്ച് പറയുന്നുണ്ട്. മോള് നന്നായിട്ട് തന്നെ ഉപദേശിക്കണം എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ നായന പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഞങ്ങളെല്ലാവരും ഉപദേശിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ അതിന് ശേഷവും അവളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തോ അരുതാത്ത ബന്ധം ഉണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ എന്നിങ്ങനെ പറയുവേ. നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ ഒരു കാരണവശാലും അതിനൊന്നും വഴി വെക്കരുത് എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അവൾ കാരണം അനിയുടെ ദാമ്പത്യം തകരരുത്, അത്ര എനിക്ക് വേണ്ടുള്ളൂ എന്നിങ്ങനെ ദേവയാനി കടുപ്പിച്ച് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നായന പറയുന്നുണ്ട് അവൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനും എല്ലാം മറക്കുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ ആലോചിക്കുവാണേ. പിന്നെ ഡ്യൂട്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ അതൊന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പേടിക്കണ്ടമ്മേ എന്നിങ്ങനെ പറയുന്നു. പിന്നെ നമ്മുടെ അനി നന്ദുവിനെ വിളിക്കുവാണേ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ സന്തോഷത്തോടു കൂടി വന്നിട്ട് ഫോണൊക്കെ എടുക്കുവേ. ഏതൊക്കെയും നാളെ മറ്റന്നാൾ പോവല്ലേ, നിനക്ക് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് നമുക്ക് വൈകിട്ടൊന്ന് കാണണം എന്ന് പറയുവേ. അയ്യോ വൈകിട്ടോ ഒന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറയും. അല്ല നമ്മൾ രണ്ടുപേരും അല്ല, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്കൊന്ന് കൂടാം, ഇനിയിപ്പം വിഷു ആയിക്കൊണ്ട് നയനടുത്തേക്ക് അങ്ങോട്ടേക്ക് വരുമായിരിക്കും, പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ലാസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു വീണ്ടും പറയേ ഇല്ല ഞാൻ വരത്തില്ലെന്ന് പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ അനി ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചാൽ നീ വരത്തില്ലെന്ന് ചോദിക്കും കേട്ടോ. നീ വന്നില്ലെങ്കിൽ പിന്നെ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. മറ്റൊന്നും വേണ്ട, നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിരിയാമെന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും രാത്രിക്ക് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്, നീ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങി വന്നേ പറ്റുള്ളൂ. അപ്പം അനി പറയേ എനിക്ക് കാണാൻ തോന്നി കഴിയുമ്പോൾ നിന്നെ കണ്ടേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നീ എന്നെ വിഷമിപ്പിക്കരുത് എന്നിങ്ങനെ പറയുക. അന്നേരം നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാം, നോക്കട്ടെ. പിന്നീട് കാണിക്കാൻ നമ്മുടെ ആദർശ് അവിടെ ഇങ്ങനെ നിന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയന അങ്ങോട്ടേക്ക് ഒരുങ്ങി ഇറങ്ങി വരുവേ. എന്നിട്ട് പറയാം ആദർശ് ചേട്ടാ എനിക്കൊന്ന് വെളിയിൽ പോകണമായിരുന്നോ, നന്ദു പോവല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസൊക്കെ ചെയ്യാനുണ്ട് എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും ചോദിക്കും നീ ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് ചോദിക്കുക. അല്ല ഞാൻ ഒറ്റയ്ക്കല്ല, വീട്ടിൽ നിന്ന് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവേ. എന്നാൽ പിന്നെ ഞാനും കൂടെ വരാമെന്ന് പറയും കേട്ടോ. അല്ല ആദർശ് ചേട്ടൻ വരണമെന്നില്ല, അവിടുന്ന് നവ്യ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇവിടെ ദേവയാനിയായിട്ട് പോകാനായിട്ടാണല്ലോ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദർശ് വന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ പറയാം എന്നാൽ നീ പോയിട്ട് വന്ന് എൻ്റെ പൈസയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുവേ. എൻ്റെ പൈസയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ സാലറി ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുവേ. അപ്പം പിന്നെ ഞാൻ ആ പൈസ കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണെന്ന് ഇങ്ങനെ ചോദിക്കുവേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ ആ പൈസയൊക്കെ സേവ് ചെയ്യണം, അല്ലാതെ തന്നെ ഇവിടെ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പൈസ ഉണ്ടല്ലോ, ആ പൈസയൊക്കെ നീ എടുത്തിട്ട് അത് ഉപയോഗിക്കണമെന്ന് പറയുവേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ചൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കിനും ഇങ്ങനെ ആദർശ് ചോദിക്കുക നിനക്ക് അഹങ്കാരം തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുക. അല്ല എനിക്കെന്തിനാ അഹങ്കാരം ചോദിക്കുക. അല്ല ശമ്പളമൊക്കെ കിട്ടി തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ അഹങ്കാരം കൂടിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അതെന്താ ആദർശമായിട്ട് അങ്ങനെ പറയുന്നത് എന്ന് പറയാം. അല്ല ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ കൂടാറുണ്ട്, അതുകൊണ്ടാന്ന് പറയാം. അന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് ശമ്പളം വേണ്ട, എന്നിട്ട് ശമ്പളം തന്നിട്ട് ആവശ്യമില്ലാതൊക്കെ വിളിച്ച് പറയാനല്ലേ എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട്. അല്ല നന്ദുവിന് എന്താ മേടിച്ച് കൊടുക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ച് കൊടുക്കണം, എന്നാൽ പിന്നെ ഇറങ്ങട്ടേന്ന് ചോദിക്കുക. ശരി എന്നാൽ പിന്നെ പൊക്കോന്ന് പറയാം. എന്നിട്ട് ഇടയ്ക്ക് നിങ്ങളുടെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുപോയി വിടണമെന്ന് ചോദിക്കുക. വേണ്ട ഞാൻ പൊക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് നയന ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുവാ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. മോള് വന്നോ, അവന് സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുക. ഇല്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അമ്മേ ഇത് ഒരുപാട് മുന്നോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ എന്നിങ്ങനെ പറയുവാണ്. എനിക്കറിയാം മോളെ, അവന് സംശയം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നിടം വരെ അവൻ അടങ്ങിയിരിക്കത്തില്ല. പറ ഇനി എന്താ പരിപാടി എന്ന് പറയാം. അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഇനി മോളുടെ വീട്ടിലോട്ട് നമുക്ക് പോകാം. എന്നാൽ ശരി ബാ കയറ്, നമുക്ക് ആദ്യം വീട്ടിൽ പോയിട്ടേ നമുക്ക് പർച്ചേസ് ചെയ്യാം. മോൾക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, ഈ അമ്മയുടെ സ്നേഹം എന്നും എനിക്കിങ്ങനെ കിട്ടിയാൽ മതി എന്നിങ്ങനെ ഇങ്ങനെ പറയുവേ. എന്നിട്ട് ബാ അധികം നേരം നിൽക്കണ്ട, നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. എന്നിട്ട് നമ്മുടെ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് ദേവയാനിയും അതുപോലെ നയനയും വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോവിന്ദൻ ഇരുന്ന് ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. അന്നേരത്തേക്കിനും പറയുന്നുണ്ട് ഇനി ഗോവിന്ദന് നല്ലൊരു ജോലി ഏർപ്പെടുത്തി തരട്ടെ എന്നൊക്കെ ചോദിക്കുക. അന്നേരം നമ്മുടെ നയന പറയുന്നുണ്ട് ആദർശേട്ടൻ അത് എപ്പോഴും ചോദിക്കുന്നതാണ്, അച്ഛനത് സമ്മതിക്കുന്നില്ല, ഈ വർക്ക് തന്നെ മതി എന്നാണ് പറയുന്നതെന്നൊക്കെ പറയുവേ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഇനിയിപ്പം നന്ദുവിനാണെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയില്ലേ, മക്കളൊക്കെ നല്ല നല്ല ജോലിയിലേക്കൊക്കെ വരുമല്ലേ, ഇനി വിശ്രമിക്കാം.
വിശ്രമിക്കാനൊന്നും തോന്നുന്നില്ല ഇപ്പോൾ. ഒരു 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 സമയത്താണെങ്കിൽ ഇഷ്ടം പോലെ വർക്കുകളൊക്കെ വേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും വർക്ക് കിട്ടിയില്ല. ഇപ്പം നയനമോളും കൂടെ ഫേമസ് ആയതോടുകൂടി വർക്കുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്നിങ്ങനെ കനകയും പറയുന്നുണ്ട്. ഇപ്പം തന്നെ ആദർശ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വീട് തന്നെയാണെങ്കിലും നമ്മുടെ പേരിൽ ആക്കി തന്നിരിക്കുന്നുണ്ട്, അറിയാലോ. നിങ്ങനെയൊക്കെ പറയുമ്പോൾ ദേവയാനി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയും, ഇന്ന് അമ്മ വന്നിരിക്കുന്നത് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാനാണ്. അപ്പം മറ്റാരുടെയും കൂടെ അല്ല, നന്ദുവിൻ്റെ കൂടെ. നന്ദു പോവുമല്ലേ, അത് തന്നെയല്ല നയനയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് ഉപദേശിക്കാനും കൂടെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്